ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തിനു പിന്നാലെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ സജീവമാക്കിയിരിക്കുന്നു ബിജെപി. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബിജെപി ആസ്ഥാനത്ത് യോഗം ചേർന്നു. ഇന്ന് ബിജെപിയുടെ സംസ്ഥാന നേതൃയോഗം ചേർന്നേക്കും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെ പരിഗണിക്കുമെന്ന തീരുമാനം ഉടൻ ഉണ്ടാകും. വിവരങ്ങളുമായി സിബി ചേരുന്നുണ്ട്. സിബി, ഗുഡ് മോർണിംഗ്. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ആരാകും എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതിലാണ് ചർച്ച ബിജെപിയിൽ സജീവമായി ആരംഭിച്ചിരിക്കുന്നത്. അത് എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? ഈ ചർച്ചകൾ എങ്ങനെ പുരോഗമിക്കുന്നു? പ്രിയ, എന്തായാലും ദില്ലിയിൽ ഇനിയിപ്പോൾ ആര് ഭരിക്കും, ആരാണ് മുഖ്യമന്ത്രി എന്ന കാര്യത്തിലെല്ലാം നിലയും ഈ BJP തീരുമാനം ഉടൻ എടുക്കും. എന്തായാലും ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹം നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും പ്രത്യേകമായി യോഗമെല്ലാം തന്നെ ചേർന്നിരുന്നു. ഇന്നിപ്പോൾ BJPയുടെ സംസ്ഥാന നേതൃയോഗം കൂടി ചേരും. അതിനുശേഷമായിരിക്കും ഇതിൽ സംസ്ഥാന നേതാക്കളുടെ കൂടെ അഭിപ്രായം അറിഞ്ഞ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. എന്തായാലും നരേന്ദ്രമോദിയും അമിത്ഷായും അടങ്ങുന്ന സംഘം തന്നെയാണ് BJP അല്ലെങ്കിൽ ഈ ഒരു ദില്ലിയും ആര് ഭരിക്കുമെന്ന് കൃത്യമായ നിലയിൽ ദില്ലിയിൽ ആര് മുഖ്യമന്ത്രിയാകുമെന്ന കാര്യത്തിലെല്ലാം നിലയും അന്തിമമായി തീരുമാനമെടുക്കുക. എന്തായാലും BJPയെ സംബന്ധിച്ച് ദില്ലിയിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നേടുമ്പോഴെല്ലാം തന്നെയും ഒരു പ്രത്യേകമായ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അല്ല അവർ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പ്രത്യേകമായൊരു അറിയപ്പെടുന്ന വലിയ നേതാക്കൾ ആരും തന്നെയും BJPയെ സംബന്ധിച്ച് ദില്ലിയിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ഉള്ള നേതാക്കന്മാരിൽ ഏറ്റവും പ്രമുഖരായ അല്ലെങ്കിൽ അത്തരത്തിൽ അതിൽ യോഗ്യരായ ആളുകൾ തന്നെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ് BJPയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഒരു മുൻനിരയിൽ പേരുകൾ കേൾക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെ ന്യൂദില്ലിയിൽ പരാജയപ്പെടുത്തിയ പർവേസ് സാഹിബ് സിംഗിൻ്റെ പേരാണ് നമുക്കിപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ഈ പർവേസ് സാഹിബ് സിംഗ് ആണെങ്കിൽ മുൻപ് BJPയുടെ മുഖ്യമന്ത്രിയായ സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ കൂടിയാണ് ഈ പർവേസ് സാഹിബ് സിംഗ് വർമ്മ എന്ന് പറയുന്നത്. അദ്ദേഹം അരവിന്ദ് കെജ്രിവാളിനെയാണ് പരാജയപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ പരിഗണനയുള്ളത്. അതുകൂടാതെ മറ്റ് മുതിർന്ന പല നേതാക്കളുണ്ട്. പ്രത്യേകിച്ച് വിജേന്ദർ ഗുപ്ത BJPയുടെ ദില്ലിയിലൊരു മുതിർന്ന നേതാവ് കൂടിയാണ്. അദ്ദേഹം മുൻപ് ദില്ലിയിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. അതുകൂടാതെ 2015-ലും 2020-ലും തന്നെയും BJPക്ക് 2-3 സീറ്റുകൾ ലഭിക്കുമ്പോൾ പോലും രോഹിണി സീറ്റ് നിലനിർത്തിക്കൊണ്ടുവന്ന നേതാവ് കഴിഞ്ഞ 10 വർഷമായി BJPയുടെ MLA ആണ് ദില്ലിയിൽ വിജേന്ദർ ഗുപ്ത. വിജേന്ദർ ഗുപ്ത ഏറ്റവും മുതിർന്ന നേതാവ് എന്ന നിലയിലും ദില്ലിയിൽ ഏറെക്കാലം നിയമസഭാ സാമാജികനായിരുന്ന നിലയിൽ എല്ലാം തന്നെയും അദ്ദേഹത്തിനും ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. മറ്റൊന്ന് സതീഷ് ഉപാധ്യായാണ്. സതീഷ് ഉപാധ്യായ BJPയുടെ ദില്ലിയിലൊരു ബ്രാഹ്മണ മുഖം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. അദ്ദേഹം മുൻപ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. കൂടാതെ അദ്ദേഹം നിരവധി മധ്യപ്രദേശിനടക്കം ചില സഹഭാരവാഹിത്വമൊക്കെ അദ്ദേഹം ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നുണ്ട്. RSSുമായി അടുത്ത ബന്ധമുണ്ട്. അങ്ങനെ സതീഷ് ഉപാധ്യായയുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. മറ്റൊന്ന് ആശിഷ് സൂദ് അദ്ദേഹത്തിൻ്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അദ്ദേഹം BJPയുടെ ഒരു പഞ്ചാബി മുഖമാണ്. അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹം BJPയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. മറ്റൊന്ന് ജിതേന്ദ്ര മഹാജൻ, അദ്ദേഹം RSSുമായി അടുപ്പമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹവും ഇപ്പോൾ 3ാം തവണയാണ് BJPയുടെ MLA ആവുന്നത്. അദ്ദേഹം റോഹ്താസ് നഗറിൽ സീറ്റിലാണ് അദ്ദേഹം വിജയിച്ചത്. അങ്ങനെ ജിതേന്ദ്ര മഹാജൻ്റെയും ആശിഷ് സൂദിൻ്റെയും സതീഷ് ഉപാധ്യായ, വിജേന്ദർ ഗുപ്ത, പർവേസ് സാഹിബ് സിംഗ് ഇവരുടെ ഈ 4 പേരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ഇതിൽ പർവേസ് സാഹിബ് സിംഗിന് തന്നെയാണ് ഒരു വലിയ പിന്തുണ അല്ലെങ്കിൽ ഒരു മുൻതൂക്കമുള്ളത്. കാരണം പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു പരാജയം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു തിരിച്ചടിയാണ്. ഈ അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തി അതും ന്യൂദില്ലിയിൽ എന്നുള്ളത് BJP വളരെ പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്നു. BJPയെ സംബന്ധിച്ച് അത് ഒരു വലിയ ഒരു നേട്ടമായി കാണുന്നു. സ്വാഭാവികമായും അതിൻ്റെ ഒരു രീതിക്ക് ഈ പർവേസ് സാഹിബ് സിംഗിന് തന്നെ ഈ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും BJP കാര്യത്തിൽ ഉടൻ തന്നെ അന്തിമ തീരുമാനമെടുത്തേക്കും. 12-ാം തീയതിയാണ് നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് പോകുന്നത്. അതിനു മുമ്പായി തന്നെ ഈ ഒരു തീരുമാനമെടുക്കുകയും ഒരുപക്ഷെ സത്യപ്രതിജ്ഞ അടക്കമെല്ലാം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇന്നിപ്പോൾ BJPയുടെ സംസ്ഥാന നേതൃയോഗം ദില്ലിയിൽ ചേരും. അതിനുശേഷമായിരിക്കും ഈ കാര്യത്തിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകുക. പ്രിയ, ശരി, എന്തായാലും കാത്തിരിക്കാം. ദില്ലിയിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ സജീവമായി നടക്കുകയാണ്. ആര് മുഖ്യമന്ത്രിയാകും എന്നതിലാണ് ഇപ്പോൾ പ്രധാന ചർച്ച നടക്കുന്നത്. പ്രധാനപ്പെട്ട പേരുകൾ ഉയർന്നു വരുന്നുണ്ട്. അതിലാരെയായിരിക്കും ദില്ലിയുടെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കാൻ പോകുന്നത്, ആരാകും മുഖ്യമന്ത്രി എന്നതിലാണ് ഇനിയുള്ള ഉത്തരം വരേണ്ടത്. അത് ഉടനുണ്ടാകും. BJPയിൽ ചർച്ചകൾ സജീവമായി പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. സിബിയാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.